ഹലോ എവ്രി വൺ. നമുക്ക് ടാസ്ക് മുദ്രയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നിൽ നമുക്ക് ടാസ്ക് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതായത് ഇതിലുള്ള ടാസ്കുകൾ മാത്രം ചെയ്ത് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു ഇൻറ്റിഗ്രേറ്റേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരാളെ ടാസ്കുകൾ പഠിപ്പിച്ചു, ഒരാളെ റെഫർ ചെയ്തു, ആളെ അതായത് ആദ്യമേ നമ്മൾ പഠിക്കണം, ടാസ്കുകൾ നമ്മൾ പഠിച്ചു, നമുക്ക് കോൺഫിഡൻ്റായി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, കോൺഫിഡൻ്റായി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ടീമിൽ ആളെ നമ്മൾ ടെസ്റ്റ് എഴുതിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ടീമിൽ പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് 11 ലെവൽസ് ഓഫ് ഇൻകം ആയിട്ടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകംനകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ല നമുക്ക് വർക്കിംഗ് ഇൻകംനകത്തിൽ നമുക്ക് റെഫർ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മൾ വർക്കിംഗ് ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇൻകമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടിൽ ഒന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നും നമുക്ക് കമ്പൾസറി ആയിട്ട് കമ്പനി നമുക്ക് പറയുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കാം ഇൻറ്റിഗ്രേറ്റർ എന്താണ്, ആരാണ് ഒരു ഇൻറ്റിഗ്രേറ്റർ, അല്ലെങ്കിൽ അതിനുള്ള ഇൻകംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹൂ ഈസ് ആൻ ഇൻറ്റിഗ്രേറ്റർ? Integrators are virtual handles to identify, train, motivate and empower people in task force. അതായത് നമ്മളൊരു ടാസ്ക് ടീച്ചർ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ, നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അവരെ എംപവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻറ്റിഗ്രേറ്റർ ആയിട്ട് മാറാം. അപ്പോൾ ഇൻറ്റിഗ്രേറ്ററിന് വേണ്ടി കമ്പനി കാത്തു വെച്ചേക്കുന്ന ഒരു 11 ലെവൽസ് ഓഫ് ഇൻകംസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഇൻറ്റിഗ്രേറ്ററായിട്ട് ഇൻകം ചെയ്യണമെങ്കിൽ നമുക്കത് വീക്ക്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകം നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 11 ലെവൽസ് ഓഫ് ഇൻകംസ് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നത് വീക്ക്ലി ആണ്. നമുക്ക് മന്ത്ലി കിട്ടുന്നത് വർക്കിംഗ് ഇൻകം ആണ്. നമുക്ക് രണ്ട് രീതിയിലാണ് ഇവിടെ ഇൻകംസ് കിട്ടുന്നത്, മന്ത്ലിയും വീക്ക്ലിയും. അപ്പോൾ മന്ത്ലി കിട്ടുന്നത് നമുക്ക് വർക്കിംഗ് ഇൻകം, വീക്ക്ലി കിട്ടുന്നത് നമുക്ക് ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകമും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അറ്റ്ലീസ്റ്റ് 106, കുറഞ്ഞത് 106 നമ്മൾ ഇൻറ്റിഗ്രേറ്റർ ഇൻകം ആയാലും വർക്കിംഗ് ഇൻകം ആയാലും നമ്മൾ ഉണ്ടാക്കിയാലാണ് നമുക്ക് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത്. അതിൻ്റെ 5% സർവീസ് ടാക്സ് ആയിട്ട് നമുക്ക് മാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 50യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് അക്കൗണ്ടിൽ കയറുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്തേക്കുന്ന ഒരു 225 എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു 5% നമ്മൾ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഏകദേശം ഒരു 100ൻ്റെ 5% എന്ന് പറയുമ്പം നമുക്ക് വരുന്നത് ഒരു എത്രയാണ്, ഒരു 5 റുപ്പീസാണ് അല്ലേ. 5 റുപ്പീസോളം നമുക്ക് കട്ടാവും. അപ്പോൾ 250 ആകുമ്പോഴത്തേക്കിനും ഒരു 12 അടുത്തൊക്കെ ആയിട്ട് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വരുന്നത് അത്രയും 250 അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഒരു 230 അല്ലെങ്കിൽ 45 എന്ന് വിചാരിച്ചു. 45 വരത്തില്ലല്ലോ, 235 എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ 35 അവിടെ ബാലൻസ് ആയിട്ട് കിടക്കും, 200 നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ബാക്കിയെല്ലാം നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് KYC എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് 200 അക്കൗണ്ടിൽ കയറും. ബാക്കിയുള്ള 25 35 മാക്സിമം 49.99 വരെ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ കിടക്കും. ബാക്കിയുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് കയറുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ. ഇനി നമുക്ക് 11 ലെവൽസ് ഓഫ് ഇൻകംസ് നമുക്കിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ വരുന്നത് വർക്കിംഗ് ഇൻകം ആണ്, പിന്നെ റെഫറൽ ഇൻകം, ഗ്രിഡ് ഇൻകം, ജനറേഷൻ എക്സ്, ജനറേഷൻ പ്ലസ്, ജനറേഷൻ പാർ, ജനറേഷൻ പ്രോ, ജനറേഷൻ എക്സ്ട്രാ, സർപ്രൈസ് പോയിൻ്റ്, റോയൽറ്റി, റാങ്ക്. ഇത്രയുമാണ് നമുക്ക് 11 ലെവൽസ് ഓഫ് നമ്മുടെ ഇൻകംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്.